ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി വിൽപ്പന കേസിൽ അന്വേഷണത്തിന് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നു. പ്രതി എഡിസൺ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നും ലഹരിപ്പണം എന്തൊക്കെ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചു എന്നുമാണ് ED പ്രധാനമായിട്ടും അന്വേഷിക്കുക. NCB അന്വേഷണത്തിൽ എഡിസൺ ലഹരി കച്ചവടത്തിലൂടെ 10 കോടിയിലേറെ രൂപ സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. കേരളത്തെ ഞെട്ടിച്ച ലഹരി കേസിൽ 2 കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിലേക്ക് എത്തുകയാണ്. കേസിലെ മുഖ്യപ്രതിയായ എഡിസൺ ലഹരി കച്ചവടത്തിലൂടെ സമ്പാദിച്ച പണത്തിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നതാണ് ED മുഖ്യമായും അന്വേഷിക്കുക. പ്രതി എഡിസനെ NCB അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ലഹരി കച്ചവടത്തിലൂടെ 10 കോടി രൂപയിലേറെ സമ്പാദിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. 25 കോടിയുടെ ലഹരി കച്ചവടം പ്ലാൻ ചെയ്തിരുന്നുവെന്നും കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് കച്ചവടത്തിലൂടെ കിട്ടിയ പണത്തിൽ കള്ളപ്പണ സാധ്യത ED അന്വേഷിക്കുന്നത്. ഈ വഴി ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എത്തിയിട്ടുണ്ടോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേസിന്റെ വിശദാംശങ്ങൾ NCBയിൽ നിന്ന് ED തേടിയിരിക്കുന്നത്. 24 കൊച്ചി. ഒരുപാട് കുട്ടികളും മാതാപിതാക്കളും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ നാളെ അവധിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ നാളെ സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കും. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം പള്ളിക്കൂടത്തിൻ്റെയൊക്കെ പ്രവർത്തനം തടസ്സപ്പെട്ടാലേ ഉള്ളൂ. എന്നാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. സ്കൂളുകളിലേക്ക് പോകാനും കോളേജുകളിലേക്ക് പോകാനും ഒക്കെ വിദ്യാർത്ഥികൾ തയ്യാറായിക്കൊള്ളൂ.